നമസ്കാരം. ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത് ആശാൻ സ്മാരകത്തിലേക്കാണ്. അതെ, മഹാകവി കുമാരനാശാൻ സ്മാരകം തന്നെ. ഞങ്ങൾ നാട്ടുകാർ ഇവിടം വിശേഷിപ്പിക്കുന്നത് ആശാൻ സ്മാരകം എന്നാണ്. തിരുവനന്തപുരം ജില്ലയിലെ മംഗലപുരത്തിനടുത്തുള്ള തോന്നയ്ക്കലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു മ്യൂസിയം, ഇതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിലപ്പെട്ട വസ്തുതകൾ സൂക്ഷിച്ചു പോരുന്ന ഒരിടമാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കൃതികളും മഹാറാണിയിൽ നിന്നും കിട്ടിയ പട്ടും വളയും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മാത്രമല്ല, ഒരുപാട് പ്രധാനപ്പെട്ട മഹത് വ്യക്തികളോട് കൂടി നിന്ന് എടുത്തിട്ടുള്ള ചിത്രങ്ങൾ നമുക്ക് ഇതിനകത്ത് സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാണ്. ഈ കാണുന്നത് കാനായി കുഞ്ഞിരാമൻ്റെ ഒരു ശില്പം ആണ്. കാനായിയുടെ 4 സൃഷ്ടികളാണ് ആശാൻ സ്മാരകത്തിനകത്തുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാണുന്ന ശില്പം. ആശാൻ സൃഷ്ടിച്ച എല്ലാ നായകന്മാരും ഈ ഒരു ശില്പത്തിലുണ്ടെന്നാണ് കാനായിയുടെ വാദം. കാലും തുടയും വാസവദത്തയുടേതും, മാറ് നളിനിയുടേതും, വയർ ലീലയുടേതും, കഴുത്ത് തിരിച്ചു കിടക്കുന്നത് ചിന്താവിഷ്ടയായ സീതയുടേതും എന്നാണ് ശില്പി വിവരിക്കുന്നത്. സ്ത്രീയുടെ പൂർണ്ണമായ സൗന്ദര്യം നമുക്ക് ഈ ശില്പത്തിൽ കാണാൻ കഴിയും. ഒരു മുറിയിലായി ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ഓരോ കൃതികളിലെയും പ്രധാന കഥാപാത്രങ്ങളും അതുപോലെ പ്രധാന കഥാസന്ദർഭങ്ങളും മ്യൂറൽ ആർട്ടിലൂടെ നമുക്ക് ഇവിടം കാണിച്ചു തരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായ വീണപൂവ്, നളിനി, തള്ളയും കുഞ്ഞും, സിംഹത്തിൻ്റെ പ്രസവം എന്നിവയാണ് ഇവിടെ വരച്ചു ചേർത്തിട്ടുള്ളത്. ഇതിനടുത്തായി തന്നെ കുമാരനാശൻ്റെ എല്ലാ സൃഷ്ടികളും ഇതുപോലെ കണ്ണാടിക്കൂട്ടിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കിതെല്ലാം തന്നെ കണ്ണിനും ഒരുപാട് കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ്. ഇനിയാണ് ആശാൻ സ്മാരകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന കുടിലാണ്. അതുപോലെ ഈ കാണുന്നതാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഓലമേഞ്ഞ കുഞ്ഞു വീട്. ഇത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിണറാണ്. ഈ ഒരു വീട്ടിലാണ് നമ്മൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ചിട്ടുള്ളത്. ഇതിനകത്തായി അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന കുഞ്ഞു മുറിയുള്ള വീട്ടിനകത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ചിത്രം വച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും. മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്നൊരു കാഴ്ചയാണിത്. കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്നും കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ 2 വീടുകളിലും സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനകം കയറി കാണാനുള്ള അനുവാദം തീരെ ഇല്ലാതായിരിക്കുന്നു. ഒരുപാട് വ്യത്യസ്തമായുള്ള ചെടികളും അതുപോലെ തന്നെ പൂക്കളും ഉള്ളതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ആശാൻ്റെ പുഷ്പവാടി വായിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ഒരുപാട് പൂക്കളോടുള്ള ആരാധന ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. എനിക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോഴത്തേക്കും ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ പുഷ്പവാടി എന്ന കൃതിയിലെ ഏതാനും വരികളാണ്. പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞി, പൂക്കുന്ന തെന്മാവ് പൂക്കുന്ന ശോകം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി കുമാരനാശാനാണ്. കുട്ടിക്കാലം മുതലേ പാഠപുസ്തകങ്ങളിൽ ഞാൻ പാടി പഠിച്ചതും എൻ്റെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നതും കുമാരനാശാൻ്റെ കവിതകളാണ്. മഹാകാവ്യങ്ങൾ എഴുതാതെ മഹാകവി എന്ന പേരിനുടമയായ വ്യക്തി. അദ്ദേഹത്തിൻ്റെ കരുണ എൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത, എനിക്ക് ഒരുപാട് വേദന നൽകിയ ഒരു സമാഹാരമാണ്. കരുണയിലെ വാസവദത്ത ഇപ്പോഴും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു.